ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇത് സാറ്റർഡേ സൺഡേ അങ്ങനെ 2 ദിവസമായിട്ട് അവിടെ ഇവിടെയായിട്ട് എടുത്ത ചില ക്ലിപ്പിങ്സ് ആണിത്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം തൊട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. വീടൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടേബിളൊക്കെ തുടച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കിച്ചൺ ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ശനിയാഴ്ചയല്ലേ, കിച്ചൺ കുറച്ച് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. ഇത് എല്ലാ ആഴ്ചയും ചെയ്യുന്നതാണ്. അത് മാത്രമല്ല ഈ ആഴ്ചയ്ക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ ശനിയാഴ്ച ചെയ്തു വയ്ക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല ഞായറാഴ്ച നമുക്ക് കുറച്ച് ഫ്രീ ആയിരിക്കും. ശനിയാഴ്ച കുറച്ച് പണികൾ എക്സ്ട്രാ നമ്മൾ ചെയ്തു വയ്ക്കുമ്പം ഞായറാഴ്ച കുറച്ച് നമ്മൾ വീട്ടിലെല്ലാവരും അന്നാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവരെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. ടേബിൾ തുടച്ച കൈയോടെ തന്നെ കിച്ചൺ ക്ലീനിങ് തുടങ്ങി. അപ്പോൾ കിച്ചൺ ക്ലീനിങ് പണി കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. അപ്പോൾ ആദ്യം സ്റ്റൗവൊക്കെ ഞാനൊന്ന് വെഞ്ചലിട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈബർ ക്ലോത്ത് കൊണ്ട് മൊത്തവും തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലോത്ത് വളരെ ഞാനിതുവരെ കോട്ടൺ ക്ലോത്ത് വെച്ചാണ് സ്റ്റൗവൊക്കെ തുടയ്ക്കാറ്. അപ്പോൾ ഇത് പുതിയതായിട്ട് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ സ്റ്റവ് തുടച്ചതിന് ശേഷം അതിന് ചുറ്റിയുള്ള ഭാഗങ്ങളൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിലുള്ള ടൈൽസ് വൈറ്റാണ്. അതിൽ അപ്പോൾ പെട്ടെന്ന് കറ പിടിക്കാറില്ല. പക്ഷേ അഴുക്കൊക്കെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് എന്നും തുടയ്ക്കുന്നതാണ്. അപ്പോൾ ഇന്നും അത് നീറ്റായിട്ടൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റിൽ കുക്കിംഗ് ഇല്ല, കാരണം ഇന്ന് ഡിന്നർ ഉണ്ടാക്കണ്ട. ഇന്ന് ചോറാണ് എല്ലാവർക്കും. ചോറ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നൈറ്റ് എല്ലാവർക്കും ഇന്ന് ചോറാണ്. അപ്പോൾ സ്റ്റൗവൊക്കെ നീറ്റായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡിലുള്ള സറൗണ്ടിങ്സ് ഏരിയയൊക്കെ തുടച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് മിക്സി തുടയ്ക്കാനുണ്ട്. അപ്പം മിക്സിയും എന്നും തുടയ്ക്കുന്നതാണ്. എന്നും തുടച്ചാലും കൂടുതൽ അഴുക്ക് പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പം ഞാനിപ്പം മിക്സി സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ അപ്പുറത്തുള്ള സ്ലാബിലാണ് വച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഈ സിങ്കിൻ്റെ അടുത്തുള്ള സ്ഥലത്തിലാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ മിക്സിയും നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കുമ്പോൾ പകുതി ജോലി ഒന്ന് തീരും. അപ്പോൾ ഞാൻ ആദ്യം അവിടെ ഇവിടെയായിട്ടിരുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് സിങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി മാറ്റിയതിന് ശേഷം കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് ഗ്രൈൻഡറിലേക്ക് മാറ്റണം. ഞാൻ അരി കുറച്ച് താമസിച്ചാണ് വെള്ളത്തിലെടുത്തിട്ടത്. കാരണം കാലത്ത് മറന്നുപോയി. കാലത്തെ ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അരച്ചെടുത്ത് വെക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ നാളെ കാലത്ത് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. നാളെ ഉച്ച കുക്കിംഗ് ഇല്ല, കാരണം ഹസ്ബൻഡിൻ്റെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ നാളെ ഗെറ്റ് ടുഗദറാണ്. അപ്പം നാളെ ഉച്ച എല്ലാവരും അങ്ങോട്ടാണ്. അപ്പോൾ കാലത്ത് മാത്രമേ കുക്കിംഗ് ഉള്ളൂ. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അപ്പം ഉണ്ടാക്കണമെന്നാണ് പ്ലാനിങ് ഉണ്ടായിരുന്നത്. പക്ഷേ അരി വെള്ളത്തിലിടാൻ മറന്നുപോയി. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അരി വെള്ളത്തിലിട്ടത്. അതുകൊണ്ട് അരയ്ക്കാനും ഇച്ചിരി താമസിച്ചു പോയി. അങ്ങനെ പാത്രങ്ങളും എല്ലാം കഴുകി തീർന്നു. പാത്രങ്ങൾ കഴുകി തീർന്നപ്പോൾ തന്നെ ഒരുപാട് ജോലി തീർന്നതുപോലെ ഒരു ഫീല്. അത് കഴിഞ്ഞിട്ട് രാത്രിക്കുള്ള ചോറിന് വേണ്ടി വെള്ളം അടുപ്പത്തിട്ടു. കൈയോടെ തന്നെ അപ്പത്തിന് അരയ്ക്കാനുള്ള അരിയും ഞാൻ ഗ്രൈൻഡറിലേക്ക് മാറ്റി. ഇനി ഇതൊരു 20-25 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കും. അതിനു മുമ്പ് തന്നെ ചോറും റെഡിയാകും. കുറച്ച് ഗരം മസാല റെഡിയാക്കാനുണ്ട്. ഇത് എല്ലാ ശനിയാഴ്ചയും റെഡിയാക്കുന്നതാണ്. ചിലപ്പം ശനിയാഴ്ച പറ്റില്ലെങ്കിൽ ഞായറാഴ്ച ഇച്ചിരി നേരത്തെ ഗരം മസാല റെഡിയാക്കി വയ്ക്കും. കാരണം നമുക്ക് ഉച്ചയ്ക്കൊക്കെ ആവശ്യമാണല്ലോ. പക്ഷെ നാളെ ഉച്ചയ്ക്ക് കുക്കിംഗ് ഒന്നും ഇല്ല. പക്ഷേ കാലത്ത് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ പട്ട, ഗ്രാമ്പ്, ഏലം, വലിയ ജീരകം, അങ്ങനെ എല്ലാ തക്കോലം എല്ലാ ഐറ്റവും ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്.
അതുപോലെ ഇതിൽ കുറച്ച് കുരുമുളകും ഞാൻ ചേർക്കുന്നുണ്ട്. വീട്ടിലുള്ള കുരുമുളകാണ്. ഇത് അല്പം വറുത്ത് ഇച്ചിരി മണം കിട്ടുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുവാണ്. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ബോട്ടിലിൽ എണ്ണ ഫില്ല് ചെയ്യുവാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ കവറിൽ വാങ്ങിച്ച എണ്ണയാണ് ഞാനിപ്പോൾ ഫില്ല് ചെയ്ത് വെക്കുന്നത്. മുമ്പൊക്കെ പപ്പ കൊണ്ടുവരുന്ന ചെക്കിൽ നിന്ന് കിട്ടുന്ന എണ്ണയാണ് ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ അത് ഒരു ബോട്ടിലുണ്ട്. അത് ബോട്ടിലിൽ തന്നെയല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിൽ പൊട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ 1/2 ലിറ്ററിൻ്റെ ഒരു കവർ അതുപോലെ മല്ലിപ്പൊടിയും എടുത്ത് വെക്കുന്നുണ്ട്. ഇതും ഞാൻ ഡീപ്പ് പ്രോട്ടീൻ ബോട്ടിലിൽ തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മല്ലിയും മുളകും കുറേ വർഷം കൊണ്ട് ഡീപ്പ് പ്രോട്ടീൻ ബോട്ടിലിൽ തന്നെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെ നമ്മൾ അല്പം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാവും. അതുപോലെ ഇൻട്രസ്റ്റും ഉണ്ടാവും. അല്ലാതെ നമ്മൾ ധൃതിയിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പം ഇത് എന്തെങ്കിലും ഒന്ന് തീർന്നു പോയാൽ ഭയങ്കര ടെൻഷനാവും. പിന്നെ ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോവും. കാലത്തെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തയക്കുമ്പോൾ കോളേജിലേക്കോ സ്കൂളിലേക്കോ നമ്മൾ ലഞ്ച് പ്രിപ്പയർ ആക്കി കൊടുത്തയക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഐറ്റം തീരുവാണെങ്കിൽ ഭയങ്കര ടെൻഷനാവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലായിരിക്കും. അതുകൊണ്ട് ഇത് ശനിയാഴ്ചയൊക്കെ ഇച്ചിരി ഫ്രീ ഉണ്ടാവും നമുക്ക്. ശനിയാഴ്ച അതുപോലെ എല്ലാം ഫില്ല് ചെയ്ത് വെക്കുവാണെങ്കിൽ ആഴ്ച മൊത്തം കൂടുതലും ടെൻഷൻ ഇല്ലാതെ നമുക്ക് പണിയെടുക്കാം. ഗരം മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പൊടിച്ച് ബോട്ടിലേക്ക് മാറ്റുവാണ്. നമ്മൾ വീട്ടമ്മമാർക്ക് കിച്ചണിൽ എത്ര പെട്ടെന്ന് നമ്മൾ ജോലി തീർത്താലും എപ്പോഴും എന്തെങ്കിലും പണി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള പണികളൊക്കെ അല്പം നേരത്തെ നമ്മൾ ഫിനിഷ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഫ്രീ ഉണ്ടാവും. അത് മാത്രമല്ല ഒരു റിലാക്സ്ഡ് ആവും. നമ്മൾ ഫ്രീ ആയിട്ട് പണിയെടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. അടുത്തതായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കുവാണ്. ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എപ്പോഴും ഒരാഴ്ചയ്ക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് റെഡിയാക്കുന്നത്. ഇപ്രാവശ്യം അല്പം കൂടുതൽ റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുവാണ്. ഇനി ഇതൊരു മിക്സി ജാറ് ഞാൻ കഴുകിയിട്ടില്ല. കാരണം ഗരം മസാല പൊടിച്ച മിക്സി എന്നല്ലോ. അപ്പോൾ ഞാൻ അതിൽ തന്നെ ഇട്ട് പൊടിക്കുവാണ്. അപ്പോൾ മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മാറ്റി വെച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഞാനതിൽ അടിക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കണ്ട. 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ അത് വരാനുള്ള അത്രയ്ക്കും വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഞാൻ കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല. 2 സ്പൂൺ വെള്ളം മാത്രമേ ചേർത്തുള്ളൂ. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ ഇതിൽ ഓയിലൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ ഓയിലൊന്നും ചേർക്കാറില്ല. വെറും ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പം എനിക്ക് 1-1.5 ആഴ്ചയൊക്കെ ഇത് ധാരാളം മതിയാവും.
പണ്ടൊക്കെ ഒരാഴ്ചയ്ക്ക് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, ഇപ്പോൾ അല്പം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊരു ഈ ബോട്ടിൽ ഇന്നലെ കഴുകി നല്ലോണം ഉണക്കി വെച്ചതാണ്. അപ്പോൾ ഇതിൽ 3/4 ബാട്ടിലായിട്ടുണ്ട്. ഞാൻ അവസാനം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. അപ്പോൾ ഈ പണികളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒഴിച്ച് വയ്ക്കുവാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മാവ് അരഞ്ഞ ഉടൻ തന്നെ ഉപ്പൊക്കെ ഇട്ട് മിക്സാക്കി വെക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഉപ്പിടുന്നില്ല. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഉപ്പ് നമ്മൾ ഇട്ട് വയ്ക്കുവാണെങ്കിൽ കൂടുതൽ പുളിക്കുമെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും ഉപ്പ് ഉടനെ ഇട്ട് കലക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഉപ്പിടുന്നില്ല. അങ്ങനെ ഗ്രൈൻഡറിൽ അവസാനം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി കലക്കി ഒഴിച്ച് പാത്രം അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചോറ് റെഡിയായി. അതിന് നമുക്ക് ഒന്ന് വടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ വടിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ന് കാലത്തെ ഞങ്ങൾ ഒരു കപ്പ് ചായയുമായിട്ട് തന്നെ ടെറസിലേക്ക് കയറി കാലത്ത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ടെറസിലേക്കൊന്ന് കയറി. അപ്പോൾ കാലത്ത് തന്നെ പൂക്കളൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ടെറസിൽ തന്നെ ഉണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് കുക്കിംഗ് ഇല്ല. ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്, മൂത്ത ചേട്ടൻ്റെ വീട്ടിലാണ് ഇന്ന് ഗ്യാതറിങ്. ഞങ്ങളൊക്കെ വരിയായിട്ടാണ് ഇരിക്കുന്നത്. 4 സഹോദരന്മാരും വരിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും അവരുടെ വീട്ടിൽ വരും. അപ്പോൾ അതൊരു സന്തോഷമാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടുമ്പം അതൊരു ഹാപ്പിയാണല്ലോ. അപ്പോൾ ഇന്ന് കാലത്ത് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അത് അപ്പത്തിൻ്റെ മാവുണ്ട്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. 5:30-ക്കാണ് ഇവിടുത്തെ പള്ളിയിൽ പൂജ. ചില സമയത്തൊക്കെ അല്പം നേരത്തെ പൂജയുണ്ടാവും. അപ്പോൾ ഇന്ന് 5:30-ക്കാണ്. അങ്ങനെ
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിനി കൂടുതൽ പണിയൊന്നുമില്ലല്ലോ, അപ്പം ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് കരുതി. അപ്പോൾ മോന് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോയി. ആ സമയത്ത് ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിലൊന്ന് നോക്കിയപ്പോൾ ചെടികളൊക്കെ ഒരു ചെറിയ വാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസത്തിന് മുൻപ് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെടികൾ നല്ല ഫ്രഷ് ആയിരുന്നു. ഇന്ന് കാണുമ്പം ഒരു ചെറിയ വാട്ടം ഉണ്ടായി. അപ്പം ഞാൻ മോനടുത്ത് പറഞ്ഞു കുറച്ച് വെള്ളം എടുത്തൊഴിക്കാനായിട്ട് പറഞ്ഞപ്പം അവന് ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചെടികൾക്ക് ഒഴിച്ചിട്ട് കൈയോടെ തന്നെ കാറൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പം ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. തൊട്ടടുത്ത് തന്നെ അവിടെ 5 മണി വരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടന്മാരും ചേട്ടത്തിമാരും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾ അവിടെ തന്നെ ചായയൊക്കെ കുടിച്ച് ലഞ്ചൊക്കെ കഴിഞ്ഞു ചായയൊക്കെ കുടിച്ച് വളരെ ഹാപ്പി ആയിട്ട് പിന്നെ 5 മണിക്ക് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. കാരണം 5:30ക്ക് പള്ളിയിൽ പോകണമല്ലോ. അപ്പോൾ പള്ളിയിൽ പൂജ 6:30-7 മണിയൊക്കെ ആവും തിരിച്ചു വരുമ്പം. ചില സമയം ഇച്ചിരി നേരത്തെ തീരും, ചില സമയം എടുക്കും. അങ്ങനെ വന്നതിന് ശേഷം ഞങ്ങൾ ടെറസിലേക്ക് ഒന്ന് പോയി. പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ പ്രെയർ ഏരിയയിൽ വയ്ക്കാൻ വേണ്ടി കുറച്ച് പൂക്കളെടുക്കാനായിട്ട് ടെറസിൽ കയറി. അപ്പോൾ ഇരുട്ടായിരുന്നു, വെട്ടമൊന്നുമില്ല, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അങ്ങനെ പൂക്കളൊക്കെ എടുത്തിട്ട് വന്ന് എല്ലാ പ്രാവശ്യവും ഞാൻ അങ്ങനെ വെറുതെ പൂക്കൾ മാത്രമാണ് വയ്ക്കുന്നത് പ്രെയർ ഏരിയയിൽ. പക്ഷേ ഇന്ന് കുറച്ചുകൂടി പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്ന് തോന്നി പൂക്കളൊന്ന് കെട്ടി വയ്ക്കാമല്ലോ എന്ന് തോന്നി. അങ്ങനെ കുറച്ച് പൂക്കളെടുത്ത് കൊണ്ടുവന്ന് കെട്ടി തുടങ്ങി. കെട്ടിയതിന് ശേഷമാണ് പ്രെയർ ഏരിയയിൽ വെച്ചത്. ഇത് വയ്ക്കുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റും ഒരു രസകരമായ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.